ആരാ ബെറ്റർ നോക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, വാക്സ് ഗെയിമറാണ്. എടാ നമുക്ക് പ്രോപ്പർ ഫുൾ ടൈം എഡിറ്റർ വേണ്ടേ, പാർട്ട് ടൈം എഡിറ്റേഴ്സിനല്ല. ഫുൾ ടൈം കുറേ പണിയുണ്ട്, നല്ല വർക്ക് ലോഡ് ഉണ്ടാവും. വർക്ക് ലോഡിൻ്റെ മാത്രം വർക്ക് ലോഡ് നോക്കണ്ട. ഇവിടെ MRG ഗ്യാങ്ങിലേക്ക് ജോയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ വൈബിലേക്ക് അങ്ങ് ഇതായിക്കോളും. പിന്നെന്ന് വെച്ചാൽ പണി അറിയുന്നവർ മാത്രം വരും. വെറുതെ ഗ്യാങ്ങിൽ കയറി പറ്റാൻ വേണ്ടിട്ട് ഓരോ കളവ് അതൊന്നും പറഞ്ഞിട്ട് വരരുത്. ഇവിടെ എഡിറ്റിംഗ് അറിയാന്ന് പറഞ്ഞ എഡിറ്റിംഗ് കൂടി അറിയാന്ന് പറഞ്ഞിട്ട് ഈ കുക്ക് പട്ടീനെ ഇങ്ങോട്ട് കയറ്റിയത്. ഇവര് എഡിറ്റിംഗ് പോയിട്ടൊരു ഞാനിപ്പടാ എനിക്ക് സങ്കടമായിപ്പോയടാ എനിക്ക്. ഞാൻ ഇന്നലെ ഇത് അറിയുന്നത്. ഞാൻ ഇത്രയും കാലം നമുക്ക് ഓൾറെഡി പുറത്ത് എഡിറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊന്നും വർക്കൊന്നും ആരും ഏൽപ്പിക്കില്ല. ഓൾറെഡി അവർക്ക് അയച്ചു കൊടുത്തിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇന്നലെ ഒരു അത്യാവശ്യത്തിന് ഇവൻ വണ്ടിയിൽ നിന്ന് വീണൊരു സാധനമുണ്ട്. വണ്ടിയിൽ നിന്ന് വീണിട്ട് കയ്യിൽ കെട്ടാലും പോകുന്ന ഹോസ്പിറ്റലിലെല്ലാം പോകുന്ന ഒരു റീൽസ് ഉണ്ട് ഇവന്റെ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിട്ട്. അത് ഈ പട്ടീനോട് ഞാൻ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവരെ എഡിറ്റിങ്ങിന്റെ ABCD അറിയില്ല. ഇവന്റെ ബാക്കിൽ ഇവൻ പഠിച്ചു വെച്ച കുറച്ച് സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഈ സ്വിച്ച് പറ്റുന്നില്ല, ഈ സ്വിച്ച് വെക്കാ ഇതാവും. എടാ അതല്ല ഇവനും എഴുതാനും വായിക്കാനും വരെ അറിയില്ല. എഡിറ്റിങ്ങിന്റെ ഇവൻ എന്താ സംഭവം, ഇവൻ എങ്ങനെ എഡിറ്റിംഗ് വരച്ചറിയോ? ഇവന്റെ മാക്കില് ഇവൻ ചില സ്വിച്ചുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞെക്കിയ കട്ട്, ഇത് ഞെക്കിയ കട്ട്, ഇത് ഞെക്കിയ എക്സ്പോർട്ട് നട്ട് ചില സാധനങ്ങൾ പഠിച്ചു വെച്ചിട്ട് അത് മാത്രമേ ഇവന് ചെയ്യാൻ പറ്റൂ. ഞാൻ ഈ PC-യിൽ വന്നിട്ട് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞ പറ്റുന്നില്ല, ഫോണിൽ എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അത് പറ്റുന്നില്ല. ഇവന് എന്താ എഴുതാനും വായിക്കാനൊന്നും അറിയില്ല എഡിറ്റിങ്ങിന്റെ. അല്ലല്ല ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നല്ല. ചെക്കൻ ഇവിടുത്തെ കുക്ക് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കുക്ക്. ഞാൻ കാര്യം പറഞ്ഞത് ഇതുവരെ തിന്നതിൽ നല്ല ഫുഡ് എന്ന് വെച്ചാൽ ഇവൻ ഉണ്ടാക്കിയത്. കുക്കിങ്ങിന്റെ കാര്യത്തിലുള്ള ഇവൻ ഓക്കെ തന്നെ. പക്ഷെ ഇവൻ കയറുമ്പോൾ നമ്മളോടൊരു കാര്യം പറഞ്ഞു, ഞാൻ ശരിയായ എഡിറ്ററാണ്, ക്യാമറമാനാണ്, ഞാൻ ഫുള്ള് ഇതെല്ലാം ചെയ്യും. അതും കൂടി പറഞ്ഞാൽ നമ്മൾ ഇവനെ എടുത്തത്. ലാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ അല്ല ഇവരോട് പറഞ്ഞപ്പോ ചിരിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന് ഒരേ ചിരിയാണ്. 1.5 മണിക്കൂർ ഇവര് ഇരുന്ന് ഇങ്ങനെ വാദിക്കാതെ എടാ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ അതാണോ എഡിറ്റിംഗ് അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി ചിരിച്ച് ആയത് നമ്മള്. ഇവന്റെ ഓരോ ഫ്ലൈറ്റ് ക്രാഷോ നിഹാലിക്കല്ല ഓൾറെഡി ജോബുള്ളത്. അവിടെ ഞാൻ പറയുന്നത് ഇവിടെ നിന്നിട്ട് നിഹാലിക്ക് വേറെ ഗ്യാങ്ങാന്ന് മോനെ ഇവിടെ MRG-യിലേക്ക് ഗ്യാങ്ങിലേക്ക് എടുക്കാൻ പറ്റുമോ? നിഹാലിക്കാൻ നമുക്ക് വലിച്ചാലോ? എന്താ പറയുക, നിഹാലിക്കാൻ നമുക്ക് MRG ഗ്യാങ്ങിലേക്ക് വലിച്ചാലോ? എത്ര കൊടുക്കേണ്ടി വരും? ചാറ്റ് പറ, എത്ര കൊടുക്കേണ്ടി വരും? എത്ര കൊടുക്കണ്ട? ആര് അതിന്റെ ഉപ്പ കൊടുക്കുന്നത്? പൈസ നമുക്കൊരു പ്രശ്നമല്ലാന്ന് പറയാ. ഇവിടെ എന്നിട്ട് പറയാ പൈസ നമുക്കൊരു പ്രശ്നമല്ല. അവന്റെ ഉപ്പ കൊടുക്കുന്ന പൈസ എടാ നീ എന്നെ പറ്റിച്ചവരാ. നീ അധികം വർത്താനം പറയണ്ടേ. നിന്നോട് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞ നീ എന്താ ചെയ്ത?